ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഈസ്റ്റും ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ വെള്ളയപ്പത്തിൻ്റെ അരി ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരാൻ വേണ്ടി നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മളെ വെള്ളയപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരാനുള്ള ഈ ഒരു ടിപ്പ് ആർക്കും അറിയില്ലായിരിക്കും. പിന്നെ തേങ്ങ വെള്ളം ചേർത്തില്ലെങ്കിൽ നമ്മളെ മാവ് പൊങ്ങി കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ മുത്താറിപ്പൊടി ചേർത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും പൂരിയും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കൂടി നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇത് ഞാൻ 2 കിലോ മുത്താറി നല്ലോണം കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ട് പൊടിപ്പിച്ചതാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക. ഇത് നമ്മൾ 1 മാസമൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം നമുക്ക് പുട്ടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മുത്താറിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. കുഴഞ്ഞു പോകാതെ ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കണം കേട്ടോ. കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല. കുറച്ചും കൂടി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ഇടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. ഓരോ കഷ്ണം നിറക്കുമ്പോൾ ഒന്നങ്ങ് തട്ടി കൊടുക്കുക. ഇത് വെന്ത് കഴിഞ്ഞാൽ ഒന്നങ്ങ് താഴ്ന്നു പോകും. നമുക്കിങ്ങനെ തട്ടി കൊടുക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി നിറക്കാൻ പറ്റും. ഇതിൻ്റെ ആവി വന്നിട്ട് ഞാനൊരു 4 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ അരിപ്പുട്ടിനെക്കാട്ടിയും കൂടുതൽ വേവുണ്ടാവും ഗോതമ്പ് പൊടി ചേർത്തിട്ടുള്ള പുട്ടിന്. ഇനി നമുക്ക് ബാക്കിയുള്ള പുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് നിറക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്നങ്ങ് ഇളക്കിയിട്ട് കൊടുക്കണേ. നല്ല രുചിയുള്ള പുട്ടാണ്, നല്ല സോഫ്റ്റും ഉണ്ട്. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പുട്ടിന് നമുക്ക് കടലക്കറിയോ അങ്ങനെയുള്ള കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മീൻ കറി ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് വെള്ളയപ്പത്തിൻ്റെ അരി എങ്ങനെ അരച്ച് വെക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിയാണ് ഞാൻ കുതിർത്തി വെച്ചത്. 4-5 മണിക്കൂർ എന്തായാലും സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ അരിയിൽ ചേർത്ത് അരക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങയാണ് എടുത്തത്. ഇത് മീഡിയം സൈസിലുള്ള തേങ്ങയുടെ അരമുറിയാണ്. ഇത് ഫ്രീസറിൽ വെച്ചത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തത്. ചെറുകിയ തേങ്ങയാണെങ്കിൽ നമുക്ക് അരീൻ്റെ കൂടെ തന്നെ ചേർത്ത് അരക്കാവുന്നതാണ്. നമുക്ക് ആദ്യം തേങ്ങ അരച്ചെടുക്കാം. ഈ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചേർക്കാതെ ആദ്യം അരച്ചെടുക്കണം. ഈ തേങ്ങ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് നമുക്ക് വേഗം അരിഞ്ഞ് കിട്ടും. ജാറിൻ്റെ ബ്ലേഡിന് പ്രശ്നമൊന്നും വരില്ല. തേങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. നല്ലോണം അരച്ചെടുക്കാൻ പറ്റും കറിക്കാണെങ്കിലും. പിന്നെ എത്ര തേങ്ങയുടെ പാൽ വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ എടുക്കുകയും ചെയ്യാം. ഈ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പച്ചരി ഞാൻ നല്ലോണം കഴുകി എടുത്തതാണ്. അതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പച്ചരിക്ക് 3/4 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ 2 പ്രാവശ്യം കൈ നിറയെ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിലേക്ക് ചേർത്തിട്ട് 2 പ്രാവശ്യം ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിൽ വെള്ളം ചേർത്ത് ദോശമാവിനെക്കാട്ടി കുറച്ചും കൂടി കട്ടിയിൽ അരച്ചെടുക്കാം. അരച്ച അരി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി അരിയും കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുത്താറിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങ് അരച്ചെടുക്കണം. ഇനി നമുക്ക് ആദ്യം അരച്ച അരിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് പിന്നെ ഇതിനെക്കാട്ടി കുറച്ച് വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഈ വലിയ പാത്രം അടച്ച് വെക്കണം. ഇതാണ് നമ്മളെ വെള്ളയപ്പം പൊങ്ങി വരാനുള്ള ടിപ്പ്. ഈ വലിയ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കണേ. ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. മാവ് പൊങ്ങി വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാനിത് രാത്രിയാണ് അരച്ച് വെക്കുന്നത്. നമ്മൾ അരച്ചിട്ട് ഓവർനൈറ്റ് വെക്കണം. രാവിലെ ആയപ്പോൾ നമുക്ക് അരച്ച് വെച്ച മാവ് നോക്കാം. ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളാപ്പത്തിൻ്റെ മാവ് നമുക്ക് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. ലൂസ് കൂടിപ്പോണ്ട. പിന്നെ നമുക്കൊന്ന് ഒഴിച്ച് നോക്കിയിട്ട്
ശരിയാവുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ മുത്താറിപ്പൊടി ചേർക്കാത്ത വെള്ളാപ്പാണ് കേട്ടോ, കാണാൻ ഭംഗിയും പിന്നെ കഴിക്കാനും ടേസ്റ്റ്. അതുപോലെ നിങ്ങൾ തേങ്ങ വെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ലോണം പതഞ്ഞ് പൊങ്ങി വരും വെള്ളാപ്പത്തിൻ്റെ മാവ്. നമ്മൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് വെള്ളാപ്പ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ വെള്ളാപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സോഫ്റ്റെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെക്കാട്ടിയും ബെറ്റർ മുത്താറിപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കിയിട്ടാണ്. അതുപോലെ തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മളെ വെള്ളാപ്പത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കുക. പിന്നെ മുത്താറിപ്പൊടിയൊന്നും ചേർക്കാതെ തേങ്ങ വെള്ളവും ചേർത്തിട്ട് അരച്ച മാവ് പൊങ്ങി വന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 കപ്പ് അരിയാണ് ഞാൻ അരച്ച് വെക്കുന്നത്. ചോറും തേങ്ങയൊക്കെ അതേ അളവിൽ തന്നെയാണ് എടുത്തത്. എന്നിട്ട് അര ഗ്ലാസ് തേങ്ങ വെള്ളവും ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള മാവാണിത്. ഓവർനൈറ്റ് വെക്കണം. എന്നിട്ട് രാവിലെ ആയപ്പോൾ ഇതുപോലെ നല്ലോണം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു തേങ്ങൻ്റെ വെള്ളമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ച പാത്രം വലിയൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അടച്ച് വെക്കുക. 2 പാത്രവും അടച്ച് വെക്കാം കേട്ടോ. ഒരു തവണ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്ക്, പിന്നെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കുള്ളൂ. ബേക്കിംഗ് സോഡ ഈസ്റ്റൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളാപ്പം നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഇത് നമ്മൾ മുത്താറിപ്പൊടിയൊന്നും ചേർക്കാത്ത തേങ്ങ വെള്ളം ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള പിന്നെ വെള്ളാപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നല്ലോണം പതഞ്ഞ് പൊങ്ങി വന്നതുകൊണ്ട് നമ്മളെ വെള്ളാപ്പം വളരെ നന്നായിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. മുത്താറിപ്പൊടി ചേർത്തിട്ടുള്ള വെള്ളാപ്പം മാത്രമാണ് കേട്ടോ ശരിയാകാത്തത്. ബാക്കി എല്ലാത്തിനും നല്ലതാണ്. മുത്താറി ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ നമുക്ക് പിന്നെ പുട്ടുണ്ടാക്കാനും പിന്നെ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ചേർത്തിട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ അതുപോലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ പകുതി ഗോതമ്പ് പൊടിയും പകുതി മുത്താറിപ്പൊടിയും ചേർത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ്. ഇനി നമുക്ക് മുത്താറിപ്പൊടി ചേർത്തിട്ടുള്ള പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 ടേബിൾ സ്പൂണ് മുത്താറിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ പൂരിയിൽ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അധികം ലൂസാക്കാതെ കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിലും കുറച്ചും കൂടിയും ടൈറ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. പൂരീൻ്റെ മാവ് ലൂസിൽ കുഴച്ചെടുത്താൽ പൂരിയിൽ എണ്ണ കുടിക്കും. ഇത് ഞാൻ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ റവയൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ, അത് കാരണം നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിവിടെ അടച്ച് വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാം. ഞാനിത് പരത്തിയെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പൂരിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒട്ടും എണ്ണ കുടിക്കാത്ത പൂരിയുടെ വീഡിയോ ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെയുള്ള വെജിറ്റബിൾ മസാല നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വെള്ളാപ്പത്തിൻ്റെ അരി പൊങ്ങി വരാനുള്ള നല്ലൊരു ടിപ്പാണിത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.